നമസ്കാരം. ഇന്ന് എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സീഡ്സ് ആൻഡ് നട്ട്സിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സീഡിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഫ്ലാക്സ് സീഡ് അഥവാ ലിൻസീഡ് എന്നത് അറിയപ്പെടുന്നു. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ലിനസ് അസിറ്റാസിമം എന്നാണ്. ഇതൊരു ആനുവൽ ഹെർബ് ആയിട്ടുള്ള ഫ്ലാക്സ് പ്ലാന്റിൽ നിന്നും കിട്ടുന്ന സീഡാണ്. പണ്ട് കാലത്ത് ഈജിപ്ഷ്യൻസ് ഇതിനെ ഫുഡ് ആൻഡ് മെഡിസിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ഇതിനൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു രേചന സ്വഭാവം, അല്ലെങ്കിൽ നമുക്ക് ശോധന ഉണ്ടാക്കുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം ഫൈബറും omega-3 ഫാറ്റി ആസിഡ്സും പിന്നെ ഒരു പ്ലാന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ലിഗ്നൻസും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, അതേപോലെ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് ഇതിനൊക്കെയുള്ള ചാൻസസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ബ്ലഡ് ഷുഗർ ലെവൽസിനെ സ്റ്റെബിലൈസ് ആക്കി നിർത്താനും അതേപോലെ തന്നെ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഫ്ലാക്സ് സീഡ്സിന് കഴിവുണ്ട്. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യാം, പക്ഷേ ഒരു മോഡറേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫൈബർ റിച്ച് പ്രോപ്പർട്ടീസിനാൽ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ അല്ലെങ്കിൽ ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആവാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈക്രോബയോമിനെയും വളർത്തിയെടുക്കാനും നമുക്ക് സഹായിക്കും. ഇതിനകത്ത് ഒരുപാട് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതിനാൽ തന്നെ BP ലെവൽസും കൊളസ്ട്രോൾ ലെവൽസും ഒക്കെ നമുക്ക് കേർബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൺട്രോളിൽ നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. അങ്ങനെ നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ ഒക്കെ ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ഈസ്ട്രജൻ ലൈക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിനകത്തുള്ള പ്ലാന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ലിഗ്നൻസ് ആണ് അതിന് കാരണം. അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാൻസർ പ്രിവെൻഷനും അതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്നും ഹെയറും ഒക്കെ നമുക്ക് ഇതിലൂടെ ലഭിക്കും. ബ്ലഡ് ഷുഗർ ലെവൽസിനെയും ഇത് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. കാരണം ഇത് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ ഇത് വെയ്റ്റ് മാനേജ്മെൻറ്റും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഇതിനകത്തുള്ള ഫൈബേഴ്സ് നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുൾനെസ് അനുഭവപ്പെടുകയും സാറ്റിറ്റി അനുഭവപ്പെടുകയും പിന്നെ വലിച്ചു വാരി കഴിക്കണം എന്നുള്ള ഒരു തോന്നലിലേക്ക് നമുക്ക് പോവാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റ് ചില ഹെൽത്ത് ബെനിഫിറ്റ്സിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെനോപോസൽ ലേഡീസിൽ, അതായത് പീരിയഡ്സ് നിൽക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള ഈ ലേഡീസിന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആ ടൈമിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയൊക്കെ വളരെ എഫക്റ്റീവായി മാനേജ് ചെയ്യാനായിട്ട് ഫ്ലാക്സ് സീഡ് സഹായിക്കും. ഒരു ഹെൽത്തി മൈക്രോബയോമിനും ഓവറോൾ ഹെൽത്തിനും സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും പ്രത്യേകിച്ചും ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഏതൊരു കാര്യത്തിനും ശരിയായ രീതിയിൽ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ മുതലായ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഉണ്ടാവാം നല്ലോണം വെള്ളം കുടിക്കാതെ ഫ്ലാക്സ് സീഡ്സ് കൺസ്യൂം ചെയ്താൽ. ഓവറായിട്ട് കൺസ്യൂം ചെയ്താൽ നോസിയ, ബ്ലോട്ടിംഗ്, അബ്ഡമിനൽ പെയിൻ ഒക്കെ ഉണ്ടാവും. ചിലരിൽ സ്കിൻ റാഷസ്, ഇച്ചിങ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി മുതലായ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, ആൻറ്റികോയാഗുലൻസ്, ആസ്പിരിൻ, എക്കോസ്പിരിനൊക്കെ യൂസ് ചെയ്യുന്നവരിൽ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടുതലാണ്. അതിനാൽ തന്നെ ഫ്ലാക്സ് സീഡ് ശരിയായ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൺസ്യൂം ചെയ്യേണ്ടത്.